വിജയ്, ഈ ലോകമഹായുദ്ധത്തിന് വേണ്ടി ഇന്ത്യ തയ്യാറെടുക്കുന്നതായിട്ടുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം, യുദ്ധം എപ്പോഴും പേടിയാണ്, അല്ലെങ്കിൽ അരാജകത്വമാണ് സൃഷ്ടിക്കുന്നത്, നാശത്തിൻ്റെ തുടക്കമാണ് യുദ്ധത്തിന്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ പോലും നമ്മൾ ഭീതിയോടെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടോ? യുദ്ധം എന്ന് പറയുമ്പോൾ എപ്പോഴും ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമ്മളിവിടെ ഇരുന്ന് ക്രിക്കറ്റ് മാച്ച് കണക്ക് വിക്കറ്റ് വീഴുന്നത് പോലെ ഇവിടെ ഇരുന്ന് പറയാം. പക്ഷേ യുദ്ധവിമാനങ്ങൾ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ആകാശത്തിലൂടെ പറക്കുന്നത് നമ്മൾ കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ മുട്ടിടിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് നമുക്ക് യുദ്ധത്തിൻ്റെ ഭീതി നമ്മുടെ കൺമുന്നിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതുവരെ ഇത് എത്ര ആൾ വീണു, അവിടെ എത്ര ആൾ വീണു, ഇത്തരത്തിലുള്ള ഈ ക്രിക്കറ്റ് മാച്ചിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ യുദ്ധത്തിനെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ലോകമഹായുദ്ധം വളരെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ ഒരു ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ലോകമഹായുദ്ധത്തിൽ ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിലൊരു പങ്കാളിയാകും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ ഡിഫൻസിൽ 4ാമതായിരുന്നു, അതിപ്പോൾ 3ാമതായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യം, നമ്മൾക്കറിയാം, ഇപ്പം ഈ പടക്കോപ്പുകൾ ദിവസേനയാണ് നമ്മൾ ഓരോ പടക്കോപ്പുകളെ പറ്റി കേൾക്കുന്നത്. S5, S6, ശിവ, വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരിൽ ഇങ്ങനെ ഓരോ ദിവസം അടിച്ചിറക്കുകയാണ്. ഇതൊന്നും ചുമ്മാ വാർത്ത അടിച്ചിറക്കുന്നതല്ല. ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഡിഫൻസ് പ്രോജക്റ്റുകളാണ്. അപ്പം ഇത്തരത്തിൽ ഇന്ത്യ ഒരു സ്വയം പര്യാപ്തത ഈ ആയുധ മേഖലയിൽ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഇന്ത്യ അടുത്ത് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ലോകമഹായുദ്ധം തന്നെയാണ്. അതിൽ ഇന്ത്യ പങ്കാളിയാകുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിക്കുന്നതെന്നല്ല, ഇന്ത്യ അതിനൊരു കരുതൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഒരു യുദ്ധത്തിലും പങ്കെടുക്കാൻ. അപ്പോൾ അതിൽ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതായത് പാകിസ്ഥാൻ ഡിഫൻസ് ജനറലായിട്ടുള്ള അസീം മുനീർ പറഞ്ഞത്, നമ്മൾ പോകുന്നെങ്കിൽ പകുതി ഭൂമിയും കൊണ്ടേ പോകുകയുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ കുടിയന്മാർ പറയുന്ന അത്രയും ഇതിൽ കണ്ടാൽ മതി. പക്ഷേ എന്നാൽ പോലും നമ്മുടെ സൈനിക മേധാവി അന്ന് പറഞ്ഞിരുന്നു, ഓരോ ഇന്ത്യയിലെ ജനങ്ങളും ഇത്തരത്തിലൊരു സാഹചര്യത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കണം. ഒരു 2.5 വാർ ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് 2.5 യുദ്ധമുഖം. അതായത് 2 രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് ചൈന, ഇന്ത്യ. ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് പലരും വ്യാഖ്യാനിക്കുന്നത് ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള ശക്തികളാണ്, വിഘടന ശക്തികളെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ദുർവിധി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ശത്രുക്കൾ പുറത്ത് മാത്രമല്ല അകത്തുമുണ്ട്. ഇപ്പോൾ അറിയാം ഒരു അവസ്ഥ, നമ്മുടെ സൈനികരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ നേരിടണം, ചൈനീസ് പട്ടാളത്തിനെ നേരിടണം, അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ്, നക്സലിസ്റ്റ്, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ, ഇവരെയൊക്കെ നേരിടുകയും വേണം. ഇത് വല്ലാത്ത അവസ്ഥയാണ്. അകത്തുനിന്നും പുറത്തുനിന്നും ശത്രുക്കളുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ഇവർ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം കണ്ടിരിക്കും, ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോൺ 4 മിസ്ഡ് കോൾ വരുന്നു, മോദി ഫോൺ എടുക്കാതിരിക്കുന്നു. ജർമ്മൻ പത്രത്തിലൊക്കെ ഇതിൻ്റെ വാർത്ത വരികയാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ അവിടം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഫോൺ എടുക്കാതിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് അത്രമാത്രം ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്ക് ഇപ്പോൾ അങ്ങനെ പൂർണ്ണമായൊരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നാളെ എത്തുമെന്നുള്ള ആ ഒരു പൂർണ്ണമായ വിശ്വാസത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിനോട് ഈ ഒരു കാഴ്ചപ്പാട് കാണിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, തലക്കെട്ടുള്ള മൻമോഹൻ സിംഗ്. ഇവിടെ ഈ ബോംബെ ആക്രമണം നടത്തിയ സമയത്ത് ഒരു വർഷം തികയുന്നതിന് മുന്നേ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റുമായിട്ടിരുന്ന് ക്രിക്കറ്റ് മാച്ച് കണ്ട ഒരു പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം. അത് മാത്രമല്ല, പാകിസ്ഥാൻ അന്നത്തെ പ്രൈം മിനിസ്റ്റർ കളിയാക്കി പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യയിലൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, എന്ത് വന്നാലും ഒബാമ എന്നും പോയി കരഞ്ഞ് കാല് പിടിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് പ്രതിച്ഛായ ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രസിഡന്റിൻ്റെ അടുത്താണ് മോദി ഇത്തരത്തിലുള്ള ഒരു സമീപനം കാണിച്ചിരിക്കുന്നത്. നയതന്ത്രപരമായിട്ട് അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നടപടി കൂടിയാണ്. അതായത് ചൊടിപ്പിക്കുന്ന രീതിയിലൊന്നും തന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തു. മിസ്ഡ് കോൾ. അമേരിക്ക ഉൽപ്പന്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വൈകാതെ തന്നെ എത്തും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കാരണം അധികം താമസമൊന്നും അതിന് വേണ്ടി വരില്ല, പടിപടിയായിട്ടേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊന്നും വേണ്ട, നമുക്ക് നാളെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് പറയാൻ പറ്റില്ല.
എന്തൊക്കെയായാലും ശരി, നമ്മൾ ഒരു സ്വയം പര്യാപ്തം നേടുന്ന തീർച്ചയായിട്ടും നമ്മുടെ ഈ മികവുകൾ കൊണ്ട് തന്നെയാണ്. നമുക്ക് നേരത്തെ തന്നെ ഈ മികവുകളും ഒക്കെ ഉണ്ടായിരുന്നു, അതനുസരിച്ചിട്ടുള്ള ആളുകളും ബുദ്ധിശേഷിയും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു കഴിഞ്ഞ ഒരു 10-12 വർഷം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു പദ്ധതി വലിയൊരു വിജയമായിട്ട് ലോകോത്തര ഒരു വിജയമായി മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പം മാത്രമല്ല, പ്രതിരോധ രംഗത്ത് ഈ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുൻപ് നമ്മളെല്ലാ സാധനങ്ങളും വെളിയിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിൽ വേണമെങ്കിൽ നമ്മളെ പറ്റിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു ഉപകരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോക്ക് പൊട്ടില്ല, അല്ലെങ്കിൽ ടാങ്ക് വർക്കാവില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സൈനിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ഒഫീഷ്യൽ വാർത്തകളൊന്നും ഒരിക്കലും ഇത് പുറത്തു വരില്ല. ഇതല്ലാതെയുള്ള ലീക്ഡ് വാർത്തകളുണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും വരുന്നത്. ഒഫീഷ്യലി ഇതൊന്നും പുറത്തു വരില്ല, കാരണം സൈനിക ഇതാണല്ലോ. അപ്പോൾ ചിലരൊക്കെ തന്നെ പലപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ തോക്കുകൾ തോക്കുകൾ ഈ ഉടങ്കലി തോക്കെന്ന് പറയും, അങ്ങനെയുള്ള തോക്കുകൾ കൊടുത്താണ് ഇവരെയൊക്കെ വിടുന്നത്. അപ്പോൾ യുദ്ധ ഉപകരണങ്ങളൊക്കെ തന്നെ ഫേക്ക് ആണ് പലപ്പോഴും അങ്ങനെ ഇങ്ങനെ കൊടുത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിംവദന്തികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നിരവധി പട്ടാളക്കാർക്ക് ജീവഹാനി സംഭവിച്ച കഥയൊക്കെ പണ്ട് മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഗോസിപ്പ് പോലെയാണെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനം പ്രോജക്റ്റ് കുഷ എന്ന് പറയുന്ന ഒരു പരീക്ഷണ വിക്ഷേപണമാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. പ്രൊജക്ട് കുഷ, അതായത് ശ്രീരാമപുത്രന്മാരായ ലവകുശന്മാരിലെ കുഷാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പേരായിട്ട് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സുദർശന ചക്ര എന്ന പേരിൽ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സുദർശൻ ചക്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റ് കുഷ, ഏറ്റവും അതിശക്തമായ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം തദ്ദേശീയമായി സമ്പൂർണ്ണമായി വികസിപ്പിച്ചെടുക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ S-400 എന്ന് പറഞ്ഞൊരു പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് നമുക്ക് തന്നത്. നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നീട് അതിനെ വികസിപ്പിച്ചെടുത്താണ് സുദർശന ചക്ര എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നതിന് പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ തദ്ദേശീയമായി തന്നെ എല്ലാം വികസിപ്പിക്കുകയാണ് ഇവിടെ ഈ പറയുന്ന പ്രൊജക്ട് കുഷയിൽ, അതായത് അതിൻ്റെ ഓരോ നട്ടും ബോൾട്ടും ഉൾപ്പെടെ. അപ്പോൾ അതിന് ഒരു ആണി പോലും ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയതാണ്. അപ്പം സുദർശൻ ചക്രയുടെ നട്ടലായി പ്രവർത്തിക്കാൻ പോകുന്നതാണ് ഈ പ്രൊജക്ട് കുഷയുടെ ഭാഗമായി വരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം. അപ്പോൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനം DRDO ആണ് ഇത് വികസിപ്പിക്കുന്നത്. സമ്പൂർണ്ണമായിട്ടും DRDO തന്നെയാണ് ഇതിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത്. 150 കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന MO, 250 കിലോമീറ്റർ റേഞ്ചുള്ള M2, 350 കിലോമീറ്റർ റേഞ്ചുള്ള M3 എന്നീ ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഇതിനായി ഇന്ത്യ വികസിപ്പിക്കുന്നത്. പ്രൊജക്ട് കുഷയുടെ ഭാഗമായുള്ള ഈ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പരീക്ഷണം അടുത്ത വർഷം ആണ് നടക്കുന്നത്. 2026-2028 ഈ ഒരു 3 ദീർഘദൂര ഭൂതല വ്യോമ മിസൈലുകളുടെ വികസനം പൂർത്തിയാക്കി 2030 പ്രൊജക്ട് കുഷ പ്രവർത്തന സജീവമാകും എന്നാണ് കരുതപ്പെടുന്നത്. പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കും എന്നാണ് ഇപ്പോൾ DRDO പറയുന്നത്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഓട്ടോമേറ്റഡായി പ്രവർത്തിക്കുന്ന കുഷ മിസൈൽ സംവിധാനം നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യയുടെ S-400 ട്രയംഫിനേക്കാൾ മികച്ചതായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത് റഷ്യയെ പോലും വിരട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ അത്തരത്തിലൊരു സ്വയം പര്യാപ്ത രാജ്യമായിട്ട് മാറുകയാണ് എന്നുള്ളത്. ഇവിടുത്തെ പുതിയ ആയുധങ്ങൾ പോലും ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ട്രയംഫിനൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രൊജക്ട് കുഷയിലൂടെ ഇന്ത്യ നടപ്പിലാക്കുന്നത്. ആളില്ലാ യുദ്ധ വിമാനങ്ങളോടെ ഡ്രോൺ പോലത്തെ. അപ്പോൾ അതൊക്കെ വളരെ 250 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഈ കുഷയ്ക്ക് സാധിക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. മാത്രമല്ല, വ്യോമാക്രമണങ്ങളെ മുന്നിൽ കണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഉൾപ്പെടെ വിമാനങ്ങളെ 350 കിലോമീറ്റർ നിന്ന് തന്നെ തിരിച്ചറിയാൻ, 250 അല്ലെങ്കിൽ 350 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ കുഷയ്ക്ക് സാധിക്കുമെന്ന് പറയുന്നു. നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മറികടന്ന് വരുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 എണ്ണത്തിന് റഷ്യയ്ക്ക് നേരത്തെ ഓർഡർ നൽകി. നിലവിൽ 3 S-400 സംവിധാനങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് റഷ്യ കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മറികടക്കുന്നതിനായിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു സംവിധാനങ്ങൾക്ക് പകരമായിട്ട്, അതായത് S-400 മിസൈൽ സംവിധാനങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ ഈ പ്രോജക്ട് കുഷ എന്ന പദ്ധതിയിലൂടെ ഈ ട്രയംഫ് S-400നെ വെല്ലുന്ന രീതിയിലുള്ള, റഷ്യൻ സംവിധാനങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള നമ്മുടെ സ്വന്തം സാധനം ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്കയും അതുപോലെ റഷ്യയും അല്ലെങ്കിൽ ചൈന അവരെയൊന്നും ആശ്രയിക്കേണ്ട ഒരു ആവശ്യം തന്നെ നമുക്ക് വരുന്നില്ല. അവർക്കൊന്നും നമ്മളെ ചെയ്യാനും കഴിയില്ല. അപ്പോൾ തീരുവയൊക്കെ പ്രഖ്യാപിക്കും. തീരുവ പ്രഖ്യാപിച്ച ശേഷം അനുരഞ്ജനത്തിന് വിളിക്കും, പിന്നെ അല്ലെങ്കിൽ സോപ്പിടാനായിട്ട് വിളിക്കും. അപ്പം ഇതൊന്നും നമ്മൾ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ, ഭാരതത്തിൻ്റെ കാര്യം നോക്കാൻ അറിയാം.
എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ ഒരു ലീഡിങ് എക്സ്പോർട്ടറാണ്. അതായത് ഈ ആയുധങ്ങളുടെ അത്തരത്തിലൊരു ഇതൊരു കച്ചവട സാധ്യത കൂടെ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അഗ്നി 6ന്റെ പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ 18,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിസൈലുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലോകമഹായുദ്ധം അടുത്ത് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അതിൽ ഇന്ത്യ അതിനുവേണ്ടി പൂർണ്ണമായും തയ്യാറെടുക്കുന്നു എന്നാണ് ഇത്തരം വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.